ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി. ചില ആളുകൾക്കുണ്ടൊരു പരിപാടി, അതായത് സുജൂദ് ഇങ്ങനെ വർദ്ധിപ്പിക്കുക. കാരണം ചില ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, ഒരടിമ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയം സുജൂദിൻ്റെ അവസ്ഥയിലാണെന്നൊക്കെ. അങ്ങനെ ചില ഹദീസിൻ്റെ പരിഭാഷയൊക്കെ വായിച്ചിട്ട് വെറുതെ സുജൂദ് ചെയ്യുക അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി. അതൊക്കെ വിവരമില്ലായ്മയാണ്. ഇഖ്ലാസ് കൂടുകയും ചെയ്തു, വിവരമില്ല. അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങളാണൊക്കെ. നമ്മളെ ഫിഖ്ഹിൻ്റെ സകല കിതാബിലുണ്ട്, ഒരു കാരണവും കൂടാതെ സുജൂദ് ചെയ്യൽ ഹറാമാണ്. ചിലവർക്കൊന്നും പറഞ്ഞാൽ ദഹിക്കൂല. ഓല് ഹദീസിൻ്റെ പരിഭാഷയിലേക്ക് കണ്ടിട്ടുണ്ടാവും. അതാണ് ദീന് പഠിക്കണമെങ്കിൽ ഖുർആൻ പരിഭാഷ വായിച്ചാലും ഹദീസിൻ്റെ പരിഭാഷ വായിച്ചാലും ദീന് പഠിക്കാൻ കഴിയേയില്ല. ആകെ താളം തെറ്റും. അപ്പം നമുക്ക് വേണ്ട എന്താ അറിയോ, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കുക, നാലാലൊരു ഇമാമിനെ ഫോളോ ചെയ്യുക. അങ്ങനെ ആ മദ്ഹബിൻ്റെ നിയമങ്ങൾ ശരിക്കും കൃത്യമായി പഠിക്കുക. സ്വയം പഠിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ഗുരുവിനെ കാണുക, ആ ഗുരുമുഖത്ത് പോയി പഠിക്കുക. എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. മദ്ഹബ് നിരാസം തോന്നിവാസം. കേൾക്കി ഫലോ ഖളഅ ഫതഖറബ ലില്ലാഹി. അള്ളാഹുവിലേക്കൊരാൾ വിനയം പ്രകടിപ്പിച്ചു, അള്ളാഹുവിലേക്കങ്ങ് അടുത്തു. എന്തുകൊണ്ട്? ബിസജിദത്തിൻ മുൻഫരിദ, തനിച്ച സുജൂദ് കൊണ്ട്. അതിൻ്റെ മാന ഐ ബിലാ സബബിൻ, ഒരു കാരണമില്ലാത്ത സുജൂദ്. അതായത് നിസ്കാരത്തിലെ സുജൂദല്ല, തിലാവത്തിൻ്റെ സുജൂദല്ല, നന്ദിയുടെ സുജൂദും അല്ല. അങ്ങനെ നമ്മളെ ഇമാമുമാർ പഠിപ്പിക്കുന്ന ഒരു സുജൂദും അല്ല. പിന്നെ സുജൂദ് ഒരു കാരണമില്ലാതെ സുജൂദാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലിങ്ങനെ ദ്വാരക്കുക, തസ്ബീഹ് ചൊല്ലുക, ദിക്റ് ചൊല്ലുക. ഇത് ഹറുമ അലൈഹി സുജൂദുൽ മദ്കൂർ, പറയപ്പെട്ട സുജൂദ് അവന് ഹറാമാണ്. ഫഇന്നഹു ഹറാമുൻ ബിൽ ഇത്തിഫാഖ്, അത് ഇത്തിഫാഖാണ്, അത് ഹറാമാണ്. ഫഇന്നഹു ബിദ്അത്തുൻ വകുല്ലു ബിദ്അത്തിൻ ളലാല സവാഉൻ കാന ദാലിക ബഅദ ഫൈലി സ്വലാത്തി ഔല. നിസ്കാരത്തിൻ്റെ പിറകിലാണ്, നിസ്കാരം സലാം വീട്ടി കഴിഞ്ഞിട്ട് പിന്നെ സുജൂദ്, അല്ലാത്ത അവസ്ഥ പറ്റൂല, അത് ഹറാമാണ്. നമുക്ക് നിസ്കരിക്കുക, എന്നിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിക്കുക, എന്നിട്ട് ആ നിസ്കാരത്തിലെ സുജൂദ് അങ്ങ് നീട്ടന്നെ. അത് നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ ഫർളാവട്ടെ സുന്നത്താവട്ടെ സുജൂദ് നല്ലോ നീട്ടി തന്നെ. ഇഷ്ടംപോലെ ദ്വാരക്കാം. പക്ഷെ അറബി ആവണം പ്രാർത്ഥന എന്നുള്ളൂ. മലയാളം വേറെ ഭാഷയ്ക്ക് നിസ്കാരം പാത്തിലാവും. അല്ലാഹു തആല സംഗതികളൊക്കെ വൃത്തിയായി പഠിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.